ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കണമെങ്കിൽ അവന് വേണം എന്ന് വിചാരിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രണയിക്കണമെങ്കിൽ അവന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ട്രീറ്റിംഗ് ഹെർ ആണ്. അതായത് അവളോട് സംസാരിക്കുന്ന രീതി. സ്നേഹത്തിൽ ഉള്ള കാര്യം ഉള്ളതുപോലെയൊക്കെയാണോ ആ ഒരു പുരുഷൻ അവളോട് പറഞ്ഞു കൊടുക്കുന്നത്? അവളുടെ ലൈഫിൽ അവൾക്ക് വേണ്ട മോട്ടിവേഷൻ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഇങ്ങനെ അവൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് അവളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ രണ്ടാമതായിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രണയിക്കണമെങ്കിൽ അവന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അതായത് എന്ത് കാര്യത്തിനും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകണം നിങ്ങൾ. അല്ലാതെ ചതഞ്ഞ് എനിക്ക് വയ്യ പിന്നെ ആവട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആകരുത് നിങ്ങൾ. നിങ്ങളുടെ നടത്തം, പ്രവൃത്തി ഇതൊക്കെ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. എന്ത് കാര്യവും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് പ്രണയം തോന്നും. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് പ്രണയം തോന്നാൻ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയാകണം. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയോട് അത് ഓപ്പണായിട്ട് പറയണം. അല്ലാതെ കുറച്ച് പൊങ്ങച്ചം അല്ലെങ്കിൽ കള്ളം ഇതൊന്നും പറയുന്ന ഒരു വ്യക്തി ആവരുത് നിങ്ങൾ. ചില പുരുഷന്മാരുണ്ട്, ഒരു പെൺകുട്ടിനെ ഇഷ്ടമായി ആ ഒരു പെൺകുട്ടിയായിട്ടൊന്ന് റിലേഷൻഷിപ്പിലാകാൻ വേണ്ടിയിട്ട് ലോകത്തില്ലാത്ത പൊങ്ങച്ച ഫുള്ള് ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കേൾപ്പിക്കും. അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് കള്ളം മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടിയോട് പറയുക. ഇങ്ങനെ കള്ളം പറയുന്നത് ശരിക്കും ആ ഒരു പെൺകുട്ടീനെ ആ ഒരു വ്യക്തിയിലേക്ക് അടുപ്പിക്കാൻ, അല്ലെങ്കിൽ അവൾക്ക് അവനോടൊരു പ്രണയം, ഇഷ്ടം തോന്നണം. അവളെ വിട്ടുകളയാൻ അവന് പറ്റില്ല. അവളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇങ്ങനെ പൊങ്ങച്ചവും കള്ളവും ഒക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊങ്ങച്ചമായിരുന്നു അല്ലെങ്കിൽ വെറും കള്ളമായിരുന്നു എന്ന് ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും ആ ഒരു പുരുഷൻ വിചാരിച്ച ആ ഒരു ലൈഫ് ആ ഒരു പെൺകുട്ടിയിൽ നിന്നും കിട്ടില്ല. കാരണം അവൾ വേണ്ട എന്ന് വെക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയോട് പറയാം. പക്ഷെ ഒരിക്കലും പൊങ്ങച്ചം അല്ലെങ്കിൽ കള്ളത്തരം, കള്ളം ഇതൊന്നും നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടൊരു ദിവസം ഈ ഒരു പെൺകുട്ടി ഇതൊക്കെ അറിയുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ പിന്നെ ആ ഒരു പെൺകുട്ടി ഉണ്ടാവില്ല. അവൾ നിങ്ങൾ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ എല്ലാം ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു പുരുഷനെയാണ് എല്ലാ സ്ത്രീകളും പ്രണയിക്കുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സക്സസ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതായത് ഭാവിയിലേക്ക് നിങ്ങൾ എന്താവണം എന്നുള്ളൊരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു വീട് വാങ്ങിക്കണം, നല്ലൊരു വണ്ടി വാങ്ങിക്കണം തുടങ്ങി ലൈഫിൽ സക്സസ് ആഗ്രഹിക്കുന്ന ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകൾക്കും നിങ്ങളോട് പ്രണയം തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടും പ്രണയം തോന്നാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.